സ്വാലിഹ് നബി ഏത് സമുദായത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? സമൂദ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. ഒരു അടിമ നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ കണ്ടില്ലയോ? മുഹമ്മദ് നബി നമസ്കരിക്കുമ്പോൾ നിരന്തരം ഉപദ്രവം ചെയ്തിരുന്ന ഒരു ഖുറൈശി തലവനെയാണ് ഈ ആയത്തിൽ പറയുന്നത്. വ്യക്തിയാര്? അബൂജഹൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ഒരു പണ്ഡിതൻ രചിച്ച ഖുർആൻ വ്യാഖ്യാനമാണ് തർജുമാനുൽ ഖുർആൻ. ആരാണിതിൻ്റെ കർത്താവ്? അബുൽ കലാം ആസാദ്. അബ്ദുൽ ഖാദർ ജീലാനി എന്ന മുസ്ലിം പരിഷ്കർത്താവ് മറ്റൊരു പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ദീനിനെ ജീവിപ്പിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ആ വിശേഷണനാമം ഏത്? മുഹിയുദ്ദീൻ. വനിതാ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത ആദ്യ അറബ് ആഫ്രിക്കൻ രാജ്യം ഏത്? മൊറോക്കോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമംഗമായ സൗദി ഫുട്ബോൾ ടീമിൻ്റെ പേരെന്ത്? അൽ നസ്ർ. സഹോദരന്മാർ കിണറ്റിലിട്ട യൂസുഫ് നബിയെ പൊക്കിയെടുത്തത് ഒരു കച്ചവട സംഘമാണ്. ഏത് നാട്ടിലെ അടിമച്ചന്തയിലാണ് കച്ചവടക്കാർ കുഞ്ഞു യൂസുഫിനെ വിൽപ്പനയ്ക്ക് വെച്ചത്? ഈജിപ്ത്. പാവപ്പെട്ടവരുടെ ഹജ്ജ് എന്നും വിശ്വാസികളുടെ പെരുന്നാൾ എന്നും വിശേഷിപ്പിക്കപ്പെട്ട ഇബാദത്ത് ഏത്? ജുമുഅ. ഇബ്രാഹിം നബി ജനിച്ച പ്രദേശം ഏത്? ഇറാഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എവിടെ വെച്ചാണ് മരണപ്പെട്ടത്? അബവാ. പുലിക്കൊട്ടിൽ ഹൈദർ ഏത് മേഖലയുമായി പ്രവർത്തിച്ച വ്യക്തിയാണ്? മാപ്പിളപ്പാട്ട്. സാരേ ജഹാംസേ അച്ഛ എന്ന പ്രസിദ്ധ ഗാനം എഴുതിയത് ആര്? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ് ഡാഷ്. റവാത്തിബ് സുന്നത്തുകൾ. നോമ്പിന് അറബിയിൽ പറയുന്ന പേര്? സൗം. സത്യവിശ്വാസികൾ പല കവാടത്തിലൂടെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗ കവാടം ഏത്? റയ്യാൻ. അബ്രഹത്തും കൂട്ടാളികളും കഅബ പൊളിക്കാൻ വന്ന സംഭവം വിവരിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫീൽ. ഖുറൈശികൾ നബിയെയും കുടുംബത്തെയും ഊരുവിലക്കി. ആ കാലത്ത് ഹാഷിം കുടുംബക്കാർ മക്കയിലുള്ള ഒരു മലഞ്ചെരുവിലാണ് താമസിച്ചത്. ആ താഴ്വാരയുടെ പേരെന്ത്? ഷിഅ്ബു അബി ത്വാലിബ്. ഇബ്രാഹിം നബിയെ ഖലീലുല്ല എന്ന് അല്ലാഹു വിശേഷിപ്പിക്കുകയുണ്ടായി. ആ വിശേഷണത്തിൻ്റെ അർത്ഥമെന്താണ്? അല്ലാഹുവിൻ്റെ കൂട്ടുകാരൻ. മൂസാ നബി അലൈഹിസ്സലാമയുടെ കൈകളാൽ ഒരു കിബ്തി വംശജൻ വധിക്കപ്പെട്ടു. അത് നാട്ടിലാകെ സംസാര വിഷയമായി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ടു. ഏത് ദേശത്തേക്കാണ് അദ്ദേഹം പോയത്? മദിയൻ. റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് മറ്റൊരു പേരിൽ തുർക്കിയിലെ പ്രധാന നഗരമാണ്. ഇന്ന് ഏതു പേരിലാണ് ആ നഗരം? ഇസ്താംബുൾ.